ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നമ്മൾ സാധാരണ അയക്കുന്ന കുറേ മെസ്സേജുകളുണ്ട് നമ്മൾ പ്രണയിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അത് അവർക്ക് ചില സമയങ്ങളിൽ ഇഷ്ടമാവാറുണ്ട്, ചില സമയങ്ങളിൽ ഇഷ്ടമാവാറില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി അയക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അവർക്കത് ഒരുപാട് സന്തോഷമാകും എന്ന് മനസ്സിലാക്കി അവർക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് സന്തോഷമാവില്ലേ? അപ്പോൾ നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് മെസ്സേജ് അയക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷന് ഞാൻ ഈ പറയുന്ന രീതിയിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമാവും. സാധാരണ പുരുഷന്മാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ അവരെ വിളിക്കുന്ന സമയത്തോ മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ അവരോട് പറയുക, ഞാൻ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം അവരോട് പറയാം. അതായത് നിങ്ങളെക്കുറിച്ചായിരുന്നു ഞാൻ ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുക. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുക എന്താണ്, സോ എന്നെ അത്രയും ഇഷ്ടമാണ് എന്നുള്ളതാണ്. അതായത് എനിക്ക് അത്രയും ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ വിചാരിക്കുന്നുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അവരുടെ ആ ഒരു ഡേയിലുള്ള കാര്യങ്ങളും ഒക്കെ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കെയർ ചെയ്യുന്നുണ്ട് എന്നുകൂടി ഒരു ചിന്ത അവരിൽ വരും എന്നുള്ളതാണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചോദിക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ദിവസത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. ദിവസം എങ്ങനെയുണ്ടായിരുന്നു, നല്ലതായിരുന്നോ, എൻജോയ് ചെയ്തോ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഇത് ഒരു കെയറിങ്ങിൻ്റെ ഭാഗമാണ്, അവർ ആഗ്രഹിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറ്റുവാണെങ്കിൽ പറയുക. അതും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പറയാനൊക്കെ മടിയുള്ള ആളുകളാണെങ്കിൽ ഓക്കെ, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം കൂടി പറയാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മുമ്പേ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അത് നിങ്ങൾ അവരോട് സംസാരിക്കുക. എന്നിട്ട് പറയാം, അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൊമെൻ്റ് ഇനിയും വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ അത്രയും അതിൽ സന്തോഷവതിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവരോട് പറയാം. അപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഐ കാൻറ്റ് വെയിറ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവരോട് പറയാം എന്നുള്ളതാണ്. അതായത് അപ്പോൾ അവരുടെ മനസ്സിൽ ചിന്തിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓ ആളപ്പം അത്രയും ഹാപ്പിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത്, അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഒക്കെ ആൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അതായത് എൻ്റെ കൂടെയുള്ള സമയമൊക്കെ ആൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നവർ ആ ഒരു ചിന്ത അവരിലേക്ക് വരുമ്പോൾ അവർ കൂടുതൽ അങ്ങോട്ട് എന്താ പറയുക, കൂടുതൽ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുക ചെയ്യുക. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ, നിങ്ങളെ ഹാപ്പി ആക്കാൻ, നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറയാൻ, ഇങ്ങനെയൊക്കെ കൂടുതൽ അവർ കുറച്ചുകൂടി അവർക്കൊരു അതിനൊക്കെയുള്ള ഒരു ഇൻസ്പിറേഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം, യു ആർ അമേസിങ് പേഴ്സൺ. അതായത് നിങ്ങൾ വളരെ അമേസിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. നിങ്ങൾ അത്രയും നല്ല പേഴ്സൺ ആണ് കേട്ടോ എന്നുള്ളത് പറയാം. അതിപ്പോൾ അവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കോ അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കഴിവിനോ അവർക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു നല്ല ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റ്സ് അവർക്ക് നല്ല രീതിയിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് പറയാം എന്നുള്ളതാണ്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അത് മെൻസിനെ അപേക്ഷിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് അവർ ആഗ്രഹിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പം നമ്മളിങ്ങനെയുള്ള അഭിനന്ദനങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് കൊടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു അമേസിങ് പേഴ്സൺ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവരോട് പറയാം. ഇനിയിപ്പോൾ അങ്ങനെ പറയാനൊക്കെ, അയ്യോ ഇതൊക്കെ പറയണോ എന്നൊക്കെ ചമ്മലാണെന്നുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഉള്ള പോലെ തന്നെ അവർക്ക് ഇനിയും ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് അവരുടെ കഴിവിലാണെങ്കിലും ജോലിയിലാണെങ്കിലും എല്ലാത്തിലും കുറച്ചുകൂടി നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുക. അതിനുള്ള ഒരു സപ്പോർട്ടായിട്ട് നിങ്ങളെ അവർ കാണും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ അവരുടെ കൂടെ വേണം എന്നൊക്കെയുള്ള ചിന്ത അവരുടെ മനസ്സിൽ വരും. മാത്രമല്ല അപ്രിസിയേഷനിൽ അത്രയും നല്ലൊരു കഴിവുണ്ട് ഒരു മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അത് പുരുഷന്മാരുടെ കാര്യത്തിൽ കുറച്ചുകൂടി അധികമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക, അപ്രിസിയേഷൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ മുമ്പേ ചർച്ച ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേസ് ആണെന്ന് വിചാരിക്കാം. ആ ഒരു പ്ലേസിൽ കൂടെ നിങ്ങളിങ്ങനെ പാസ് ചെയ്ത് വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം, ഞാനിപ്പോൾ അതുവഴി വന്നേ ഉള്ളൂ, അത് സത്യം പറഞ്ഞാൽ നിൻ്റെ ഓർമ്മകൾ എന്നിൽ കൊണ്ടുവന്നു. ആ ഒരു സ്ഥലത്തോട് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിന്നെക്കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് ചിന്തകൾ വന്നു, നമ്മളുടെ അന്നത്തെ ദിവസം, അല്ലെങ്കിൽ നമ്മൾ അന്ന് എൻജോയ് ചെയ്തത്, നമ്മളന്ന് ഹാപ്പി ആയിട്ടിരുന്നത്, അല്ലെങ്കിൽ നീ അന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം എന്നുള്ളതാണ്. അതായത് ഒരു സ്ഥലത്തിൽ കൂടി
പാസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു, ഈ ഒരു കാര്യം പറയാം. അപ്പോൾ ഇതും അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതായത് ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹവും അവരുടെ കൂടെ ഇരിക്കാനുള്ള ഒരു ആഗ്രഹവും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് അവരോട് പറയാൻ പറ്റുന്ന, അതായത് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ടാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോ കാണണമെന്നൊന്നുമില്ലല്ലോ, നമുക്ക് അങ്ങനെ പറയാം, അത് അവർക്ക് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ എപ്പോഴും ഫോൺ നോക്കിയിരിക്കുന്ന ആളുകളൊക്കെ ആവുമല്ലോ, അതായത് എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഡെയിലി നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നല്ലോ. അതേപോലെ തന്നെ അപ്രിസിയേഷൻ കൊടുക്കാമെന്ന് പറയുമ്പോഴും അതിന് ഇന്ന സമയത്തൊന്നുമില്ല. ഒരു നിങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ അപ്രിസിയേഷൻ കൊടുക്കാം. അത് എപ്പോൾ വേണമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സമയം കാലം നോക്കി ചെയ്യേണ്ടതെന്നല്ല, എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാവും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമ്മളെപ്പോഴും ഒരേപോലെ തന്നെ സംസാരിക്കുന്നത് കുറച്ച് ബോറിംഗ് ആയിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കുക. പല ആളുകളുണ്ട്, അയ്യോ എനിക്ക് അങ്ങനെ പറയാൻ മടിയാണ്, ഇങ്ങനെ പറയാൻ മടിയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഓക്കെ, മടിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. പക്ഷേ അവർക്ക് സന്തോഷമാകുന്നൊരു കാര്യമാണ് അത് എന്നുണ്ടെങ്കിൽ പറയാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് നമ്മളല്ലാതെ ആവണം എന്നല്ല എങ്കിലും ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ഒരുപാട് സന്തോഷവും നിങ്ങളെപ്പോഴും കൂടെ കൂട്ടണമെന്ന് വിചാരിക്കും. പിന്നെ നിങ്ങളെ വിട്ടവർ പോവാതിരിക്കാനും ഇത് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്